ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നേരത്തെ ബ്രിട്ടാസ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ശരിയാണല്ലോ എന്ന് എനിക്ക് ഈ ബൈറ്റുകൾ കണ്ടപ്പോൾ പാർലമെൻറ്റിനകത്തെ ബൈറ്റുകൾ കണ്ടപ്പോൾ തോന്നി. അതായത് അദ്ദേഹം അത് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതായത് ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ വളരെ വൈഡിലാണ് കാണിക്കുക. ഇപ്പോൾ ബ്രിട്ടാസ് അവിടെ നിന്ന് ഇത്രയും ഉറക്കെ സംസാരിക്കുമ്പോഴും സഭയുടെ ആകെ ഇതുള്ളൊരു വൈഡ് ക്യാമറയിലാണ് കാണിക്കുക. ഈ മല്ലികാർജ്ജുൻ ഖാർഗെ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണല്ലോ അവിടെ. അപ്പോൾ അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ഒരു തവണ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് ക്ലോസ് കാണിച്ചിട്ട് പിന്നെ എല്ലാം വൈഡാണ്. പക്ഷേ ജെ പി നദ്ദ സംസാരിക്കുമ്പോൾ മുഴുവൻ ക്ലോസിലാണ് കാണിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷത്തെ ആ നിലക്കെല്ലാം അത് നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞാണ്, അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചതേ ഉള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യമല്ല അത്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിമർശങ്ങളെയും പ്രതിപക്ഷത്തെ എല്ലായിടത്തും കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പോലും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ ശക്തിമത്തായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട സംഗതികൾ. അതാണല്ലോ, അതായത് ഭരണപക്ഷം അവരെ എത്രത്തോളം പ്രതിപക്ഷത്തെ നിഷ്പ്രഭരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ അത്രത്തോളം പ്രതിപക്ഷ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ മുന്നിലേക്ക് ശക്തിമത്തായിട്ട് വരുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് ഐഷി ഘോഷ് ഇപ്പോൾ സത്യത്തിൽ CPM രാജ്യത്താകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട്. ഇത്രയും സ്ഥലത്ത് ഒരു സ്ഥലത്ത് പോലും ഭരിക്കുന്ന പാർട്ടിയല്ല ഇപ്പോൾ CPM. CPM വളരെ ചെറിയൊരു പാർട്ടിയാണ്. പിന്നെ അവർക്ക് ആകെയുള്ളത് 4 MP-മാരോ മറ്റാണ് രാജ്യസഭയിലും ഇവിടെയും കൂടിയിട്ട്, അതായത് 4-5 പേര്, അത്രയും MP-മാർ മാത്രമേ ഉള്ളൂ. ഇത്ര 780 മറ്റോ ആകെ MP-മാരുണ്ട്. 543 ലോക്സഭയിലും 200 ആളുകൾ രാജ്യസഭയിലുമായിട്ട് 788 മറ്റാണ് നമ്പർ. അത്രയും MP-മാരുള്ള ആകെ 4 പേരാണ് ഈ CPM എന്ന പാർട്ടിക്കുള്ളത്. പക്ഷേ ലോകം തന്നെയും ശ്രദ്ധിച്ച ഒരു സമരം ഈ ഡൽഹിയിൽ നടന്നപ്പോൾ, ഇന്ത്യയിൽ നടന്നപ്പോൾ, ആ സമരത്തിൻ്റെ ഏറ്റവും കേന്ദ്ര സ്ഥാനത്ത് വന്നു നിൽക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ CPM-കാരും SFI-കാരുമാണ്. ഈ സമരം കഴിഞ്ഞിട്ട് ആരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിട്ട് ഡൽഹി കണ്ടത് ഒരേ ഒരു സ്ഥലത്തേക്കുള്ളൂ, അത് CPM-ൻ്റെ ആസ്ഥാനത്തേക്കാണ്. ഒരേ ഒരാളെ അറസ്റ്റ് ചെയ്യാനേ കണ്ടുള്ളൂ, അത് ഐഷി ഘോഷിനെയാണ്. ഒരു 30 വയസ്സുള്ള പെൺകുട്ടി, ഒരു വിദ്യാർത്ഥി നേതാവ്, നേരത്തെ ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തുള്ള ആൾ 2021 കേസിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇതൊരു ബുദ്ധിമുട്ട് പിടിച്ച കാലമാണ്. CPM-ന് ആരും അവിടെ സഹായിക്കാനൊന്നുമില്ല. പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിൽ തന്നെയുണ്ട്, ഈ പറയുന്ന 19-60 സീറ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്തെ NDTV-യുടെയും അന്ന് അക്കാലത്ത് CNN IB-ൻ്റെ ഒക്കെ അക്കാലത്ത് പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ചാനലുകളുടെയും ഹിന്ദി ചാനലുകളുടെയൊക്കെ ഫുൾ ടൈം എന്ത് സംഭവം ഉണ്ടായാലും അവിടെ ഒരുപാട് ക്യാമറകൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മളെ കുറച്ച് ആളുകൾ, കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു പാർട്ടി ആയതുകൊണ്ട് നമ്മുടെ ആളുകൾ, നമ്മുടെ ക്യാമറയും മൈക്കും നമ്മുടെ റിപ്പോർട്ടർമാരോടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആ പാർട്ടി ആസ്ഥാനത്തേക്കൊന്നും രാഷ്ട്രീയ ശ്രദ്ധയില്ല. പക്ഷേ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സമരം നടന്നപ്പോൾ, ഞാൻ പറയുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് അവിടെ നിൽക്കട്ടെ, ലോകം ശ്രദ്ധിക്കുന്നൊരു ജൻസി സമരം നടന്നപ്പോൾ അതിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് CPM SFI ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. പാർലമെൻറ്റിനകത്ത്, രാജ്യസഭയ്ക്കകത്ത് ഇത്രയും ശക്തമായിട്ടുള്ള പ്രത്യാരോപണങ്ങൾക്ക് അവിടെ ഇത് കേന്ദ്രമായി. രാജ്യത്തെ ഇപ്പോൾ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഏറ്റവും പ്രായത്താലും ആദരവിൻ്റെ വലുപ്പത്താലും ബഹുമാനിക്കപ്പെടുന്ന രീതിയിലാണെങ്കിലും ഏറ്റവും വന്ധ്യനായിട്ടുള്ള ഈ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയും അനുകൂലിക്കുന്ന നില അവിടെയുണ്ടായി. ഇന്നലെ ഞാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ലോ എന്ന് പറയുന്നത്, അവരിതുവരെ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ നിയമസഭയ്ക്കകത്ത്, പാർലമെൻറ്റിനകത്ത് അതിശക്തമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ ഈ വളരെ അങ്ങേയറ്റം ദുർബലമായി കിടക്കുകയാണെങ്കിലും PS ശ്രീധരൻപിള്ള BJP നേതാവ് എപ്പോഴും ഞാനിരിക്കുന്ന ചർച്ചയിൽ, ഞങ്ങൾ ചർച്ച നടത്തുന്ന കാലത്ത് അദ്ദേഹം എപ്പോഴും വന്നാലും CPM-നെ പറ്റി പറയുന്നത് ഉപ്പുവെച്ച കലം പോലെ ആയില്ലേ നിങ്ങളെന്ന് പറയും. എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ പറച്ചിലിൻ്റെ രീതിയും ആ ഉപമയും വലിയ ഇഷ്ടമാണ്. ഉപ്പുവെച്ച കലം പോലെ ആയില്ലേ, ഉപ്പുവെച്ച കലം കുറേ കഴിയുമ്പോൾ ദ്രവിച്ച് പോകും, അതുകൊണ്ട് ഉപ്പുവെച്ച കലം പോലെ ആയില്ലേ നിങ്ങൾ എല്ലായിടത്തും ദ്രവിച്ചെന്നാണ്. അപ്പോൾ അതുപോലെ ഉള്ളൊരു പാർട്ടി, ഇല്ലാതായിരിക്കുന്നൊരു പാർട്ടി, അതിൻ്റെ രാഷ്ട്രീയം മാത്രം അതിശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പാർട്ടി ആളൊന്നുമില്ല, കുറഞ്ഞായിട്ട് നമ്മൾ കാണുന്നു, പക്ഷേ രാഷ്ട്രീയം ഇങ്ങനെ കൂടുതൽ വലുതായിട്ട് വരുന്ന ഒരു അത്ഭുതകരമായ സാഹചര്യം നമ്മൾ കാണുകയാണ്. പിന്നെ ഇതിനകത്ത് അദ്ദേഹം JP നദ്ദ ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ ടോണിൽ അദ്ദേഹം പറയാണ്, ഇതൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ, അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ 2 തവണ കോളേജിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് രാഷ്ട്രീയമായിട്ടൊരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി. അടിയന്തരാവസ്ഥ കാലത്ത് കോളേജിൽ കയറി അറസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു മലയാളിയായിട്ടുള്ള ഒരാൾക്ക് ഉള്ളിലുണ്ടാകുന്ന ആദ്യത്തെ ചിന്ത രാജൻ എന്ന് പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിയുടേതാണ്. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പിടിച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം, ശരീരാവശിഷ്ടങ്ങൾ എവിടെയാണ് ആ മനുഷ്യ ശരീരം അടക്കം ചെയ്തതെന്ന് ഇന്ന് പോലും ആർക്കും അറിയില്ല. അടിയന്തരാവസ്ഥ കാലത്ത് കോളേജിൽ കയറി, അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥി എന്ന നിലക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരാളുടെ സ്ഥിതി നമ്മുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് അതാ വരിക. എൻ്റെ മകനെ എന്തിനാണ്
മരിച്ചിട്ടും എന്തിനാണ് എൻ്റെ മകനെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ്, എന്തിനാണ് എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നതെന്ന് ഈശ്വരവാര്യർ ചോദിച്ച ആ പുസ്തകത്തിലെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അവസാനത്തെ വരി, മരിച്ചിട്ടും എൻ്റെ മകനെ എന്തിനാണ് ഈ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം മലയാളിയുടെ രാഷ്ട്രീയ ഉപബോധത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ കാലമായിട്ട്, നമ്മൾ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളല്ലല്ലോ. ഈ അദ്ദേഹം മരിക്കുമ്പോഴോ ഈ രാഷ്ട്രീയ സംഭവങ്ങളോ ഉണ്ടാകുമ്പോൾ ഞാനും ശ്യാമിളി അവിടെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്നത്, അതിനുശേഷം നമ്മൾ ജനിച്ചത് പോലും. പക്ഷേ മലയാളിയുടെ സാമൂഹ്യ രാഷ്ട്രീയ ബോധത്തിൻ്റെ ആന്തരികമായ ഒരിടത്ത് ഈ പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ കോളേജിൽ കയറി എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അതൊരു സ്വാഭാവിക സംഭവമല്ലേ എന്ന് ചോദിച്ചാൽ അത് സ്വാഭാവിക സംഭവമല്ല. രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്ക്, അത് മലയാളികൾക്ക് മാത്രമല്ല. ഇതിപ്പം രാജൻ എന്നുള്ളത് സംഭവം, രാജൻ സംഭവം, കക്കയം ക്യാമ്പിലെ ഇടിയും കൊലപാതകവും അടിയന്തരാവസ്ഥക്കാലത്തെ അങ്ങേയറ്റം നികൃഷ്ടമായിട്ടുള്ള ഭരണകൂട നടപടികളും മലയാളികളുടെ മാത്രം പ്രശ്നമല്ല. ഈ രാജ്യത്തിൻ്റെ ആകെ തന്നെയും പ്രശ്നമാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഈ നടന്ന ഇങ്ങനെയുള്ള നൃശംസമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തെമ്പാടും നടന്നു. അതിനെതിരെ സമരത്തിലായിരുന്നു BJP. അതിനെതിരെ അതിശക്തമായിട്ട് സമരത്തിലായിരുന്ന BJP ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ലോകത്ത് തന്നെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ദിരാഗാന്ധി നടത്തിയ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന BJPയുടെ ഒരു നേതാവ്, ഒരു മന്ത്രി, ഒരു മുതിർന്ന നേതാവ് പറയുകയാണ് അതൊക്കെ സ്വാഭാവികമായ കാര്യമല്ലേ, എന്നെ അറസ്റ്റ് ചെയ്തിട്ട് 2 തവണ. എന്താണ് ഇതത്? ഒരു സമരമുണ്ടായിട്ട് ആ കുലുങ്ങിപ്പോയിട്ട് അവരവരുടെ രാഷ്ട്രീയം തന്നെ മുതിർന്ന നേതാക്കൾക്ക് മറന്നുപോകുമോ എന്നാണ് ഞാനപ്പോൾ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെയല്ല, അടിയന്തരാവസ്ഥ കാലത്ത് കോളേജിൽ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ കുട്ടിയെ കൊന്നുകളയാണ് ചെയ്തത് എന്ന് രാജൻ സംഭവം ഉള്ളപ്പോൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഗൗരവതരമാണ്. ഒരു പാർട്ടി ആസ്ഥാനത്തേക്ക് കയറി ചെന്നൊരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് പോകുന്നതിന് പിന്നിൽ അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹമെങ്കിൽ ഓർമ്മയിൽ വരിക ഐഷി ഘോഷ് എന്ത് സംഭവിക്കാമെന്ന ഭയപ്പാടാണ്. അത് രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, BJPക്കാരും RSSകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഈ വർത്തമാനം കേൾക്കുന്ന വീടുകളിലിരിക്കുമ്പോൾ ഈ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് അയ്യോ എന്ന് തോന്നില്ലേ? രാഷ്ട്രീയമൊക്കെ നടക്കും. കുട്ടികൾ നമ്മളിപ്പോൾ വെടിവെച്ചു, പെല്ലറ്റ് വെടിവെച്ചു, നമ്മൾ വിഷമിക്കുന്നു. സാക്ഷി എന്നൊരു പെൺകുട്ടി 21 വയസ്സുകാരി ആശുപത്രി കിടക്കാണ്, ഗുരുതരാവസ്ഥ കടന്നിട്ടില്ല, നമ്മൾ വിഷമിക്കുന്നു. സമരം നടക്കുന്നത്, സമരം കടന്ന ആളുകൾ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ ജീവിതമൊക്കെ മുന്നോട്ട് പോകണം. പക്ഷേ മനുഷ്യർ ബാക്കി ഉണ്ടാവണം. കുട്ടികളെ അങ്ങനെ വെടിവെച്ച് കൊല്ലരുത്, കുട്ടികളെ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വലിയ അപകടങ്ങളിലേക്ക് പോകരുത്. അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് എന്നെ അറസ്റ്റ് ചെയ്യാമെന്നതുപോലെ സ്വാഭാവിക ഒരു കാര്യമാണ് ഇത് നടക്കുന്നതെന്ന് പറയുന്നത് രണ്ടർത്ഥത്തിലും തെറ്റാണ്. അത് ആ നിലക്ക് ഐഷി ഘോഷ് വന്നിട്ട് പിന്നീട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇതിപ്പോൾ ഒരു പകപോക്കലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ ശ്യാമിലി. പകപോക്കലാണ്. 2021 അതിനുശേഷം അവർ എത്ര സമരങ്ങൾ നയിച്ചു. ഈ ജന്തർ മന്ദർ തന്നെ അവർ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിലൊന്നും ഇല്ലാതിരുന്ന ഒരു അറസ്റ്റ് എന്നുള്ള നീക്കം എന്ന് വെച്ചാൽ ഇവരുടെ ഈഗോ ഹേർട്ടായിപ്പോയി, വല്ലാത്ത തോതിൽ ഈഗോ ഹേർട്ടായിപ്പോയി. അതായത് 10-12 വർഷക്കാലം ആരാലും തോൽപ്പിക്കപ്പെടാതെ ഇങ്ങനെ വിജയീകിഷുവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ ഭരണകൂടം അവരുടെ രാഷ്ട്രീയത്തിന് തിരിച്ചടിയേറ്റു, അതിശക്തമായിട്ട് തിരിച്ചടിയേറ്റു. ചെറിയ കുട്ടികൾ, ജൻസി എന്ന് വിളിക്കുന്നതിന് അപ്പുറത്തുള്ള അതിന് താഴെയുള്ള കുട്ടികളടക്കം ഇതിനെ പരിഹസിക്കുന്ന നില വന്നു. അപ്പോൾ ഈഗോ വല്ലാതെ ഹേർട്ടായി. ഇതെങ്ങനെയെങ്കിലും പരിഹരിക്കണം, അത് പോയിട്ട് ആളുകളെ പിടിച്ചേക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ അതിഗൗരവത്തോട് തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ രാഷ്ട്രീയമായ ശേഷിയുടെ കുറവിനെയോ ദുർബലമായൊരു സംഘമാണ് തങ്ങളെന്നോ വിചാരിക്കാതെ തങ്ങളുടെ രാഷ്ട്രീയം ശക്തിമത്തായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് സഭയിൽ CPM സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതേക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ കൂടെ ഈ കാര്യത്തിൽ അതിശക്തമായിട്ട് അദ്ദേഹം സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ ആദരവ് തോന്നി. അതായത് എത്ര പ്രായമുള്ള ആളാണ് അദ്ദേഹം, 80 വയസ്സ് കടന്ന ഒരാളാണ്. അദ്ദേഹത്തെ നടക്കുമ്പോൾ അദ്ദേഹത്തിന് നടക്കാനൊന്നും വയ്യ. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഇരിക്കാനും മറ്റൊക്കെ സഹായിക്കുകയും സ്റ്റെപ്പ് കയറാൻ സഹായിക്കുകയും ചെരുപ്പെടുത്ത് കൊടുക്കുന്ന ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടാണ്. അപ്പം വളരെ ആദരിക്കപ്പെടുന്ന, വളരെ പ്രായം ചെന്ന ആളാണ്. എന്തൊരു ശബ്ദത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ജനാധിപത്യവാദിയായ രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന് കേരളത്തിലെ എതിർപക്ഷത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവജന നേതാവായിട്ട് പോലും എന്ത് ശക്തിമത്തായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് ശരിയല്ല എന്ന കാര്യത്തിൽ പറയുന്നത്. എന്തൊരു ഉറക്കെയാണ് അദ്ദേഹം പറയുന്നത്, എന്തൊരു പവർ എടുത്തിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം 80-85 വയസ്സുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തൊട്ട് 10-30 വയസ്സ് മാത്രമുള്ള ഒരു വിദ്യാർത്ഥി നേതാവായിട്ടുള്ള ഐഷി ഘോഷ് വരെയുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സമീപകാലത്തൊന്നും കാണാത്തതാണത്. ആ നിലക്ക് ഐഷി ഘോഷും CPMഉം മല്ലികാർജ്ജുൻ ഖാർഗെയും ഇന്നത്തെ പാർലമെൻറ്റിലെ ശബ്ദബഹളങ്ങളും എല്ലാം നമുക്ക് പിന്നീട് നമ്മൾ ശരിക്കും ഈ ദിവസത്തെ ഓർത്തു വെക്കേണ്ടതുണ്ട് എന്ന ഒരു ചരിത്ര സൂചനകൾ നൽകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്.